യിൽ നിന്ന് ദജ്ജാലിനെയും ദജ്ജാലിന്റെ അനുയായികളെയും കുറിച്ച് 2000-നും 2004-നുമിടയിൽ ഒരു ദിവസം രാത്രിയിൽ ഒരു ഹൈദരാബാദിൽ നിന്നും കുറച്ചുപേര് വരുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു. മുഹമ്മദ് അന്ന് 9 മണിയാകുമ്പോൾ ഉറങ്ങിപ്പോയി. രാവിലെ എണീറ്റ് നോക്കുമ്പോൾ ഒരുമ്മ എന്റെ അടുത്ത് കിടക്കുന്നു. മുഹമ്മദ് ചോദിച്ചു, നിങ്ങളെന്തിനാ ഇവിടെ കിടക്കുന്നത്? ആ ഉമ്മ പറഞ്ഞു, അന അമ്മി എന്ന് പറഞ്ഞ് മുഹമ്മദിനെ കെട്ടിപ്പിടിച്ചു. മുഹമ്മദ് അവിടെ നിന്ന് എണീറ്റോടി. അങ്ങനെ പോകുമ്പോൾ ആ ഉമ്മ കരയുന്നത് കണ്ട് മുഹമ്മദ് ചെന്ന് പൊറ്റുമ്മയുടെ അടുത്ത് അടുക്കളയിൽ ചെന്നു പറഞ്ഞു, നിങ്ങളെന്തിനാണ് എന്റെ അടുത്ത് കിടക്കാൻ പറഞ്ഞത്? അത് സാരമില്ല, ഇന്നൊരു ദിവസത്തേക്കല്ലേ. അപ്പോൾ മുഹമ്മദിന്റെ പുറകിൽ വന്നു അന അമ്മി എന്ന് പറഞ്ഞു. അറബി അറിയാത്ത മുഹമ്മദ് പറഞ്ഞു, ഞാൻ ഒന്നും ചെയ്തില്ല. മുഹമ്മദ് അവിടെ നിന്ന് എണീറ്റുപോയി ഓഫീസ് റൂമിൽ ചെന്നു നോക്കി. അപ്പോൾ ആ റൂം അടച്ചിരിക്കുന്നു. മുഹമ്മദ് അത് മുട്ടി തുറപ്പിച്ചു. അപ്പോഴതാ വേറെയൊരാൾ ബുൾഖാൻ വെച്ച് കണ്ണടയിട്ട ബനിയാൻ ധരിച്ച ഒരാൾ. അയാൾ. ആ റൂമിൽ ഒരു കുട്ടിയും ഒരു ഉമ്മയും വേറെയുണ്ടായിരുന്നു. നല്ല സ്പ്രേയുടെ മണമുണ്ടായിരുന്നു. അങ്ങനെ മുഹമ്മദ് അവരോട് ചോദിച്ചു, നിങ്ങൾ ആരാണ് എന്ന്. അദ്ദേഹം പറഞ്ഞു, ഞാൻ അബ്ദുള്ള എന്ന്. എന്നിട്ട് അവിടെയുള്ള കുട്ടിയെയും ഉമ്മയെയും പരിചയപ്പെടുത്തി തന്നു. അപ്പോൾ അപ്പുറത്ത് കിടക്കുന്ന ഉമ്മയെയും പറഞ്ഞു തന്നു. ഇത് പരിഭാഷ ചെയ്തു തരാൻ ഒരാളുണ്ടായിരുന്നു. അങ്ങനെ കുറച്ചു ദിവസം കഴിഞ്ഞു ഒരു കത്ത് വന്നു. മുഹമ്മദിനെ പഠനത്തിനു വേണ്ടി സൗദിയിൽ അയക്കുവാൻ തയ്യാറാകണം എന്ന് പറഞ്ഞുകൊണ്ട്. മുഹമ്മദിനെ അയക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അറബിയിലാണ് കത്ത് വന്നത്. അവർ മുഹമ്മദിന് പകരം വേറെ ഒരാളെ അയച്ചു. കുറച്ചു കാലങ്ങൾ കഴിഞ്ഞുപോയി. ഇത് നടക്കുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂർ പ്രദേശത്തെ കനറാ ബാങ്കിന് സമീപമുള്ള തായിലക്കണ്ടി എന്ന കുടുംബത്തിലെ ഒരു വീട്ടിലാണ്. ഇടയ്ക്കിടയ്ക്ക് മുഹമ്മദ് ചോദിക്കും, ആ വന്ന അബ്ദുള്ള എന്നവരും കുടുംബവും ആരാണ് എന്ന്. അപ്പോൾ ആ പൊറ്റുമയും വീട്ടുകാരും പറയും, നീ വെറുതെ സ്വപ്നം കണ്ടതാണ് എന്ന്. കളവു പറയാൻ പാടില്ല എന്ന് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നത് ഓർക്കുക. അങ്ങനെ 2014 ഓഗസ്റ്റ് മാസം മുഹമ്മദ് ഹൈദരാബാദിൽ പോയി. അവിടെ നിന്ന് മനസ്സിലായി, അമ്മി എന്നുവെച്ചാൽ ഉമ്മ, അമ്മ എന്നതാണെന്ന്. അപ്പോൾ തീർച്ചയായും കളവു പറഞ്ഞവർ നരകവാസികൾ തന്നെ. അവരെ തിരുത്താൻ സാധിക്കുമെങ്കിൽ നല്ലതു തന്നെ. 1998-നും 2010-നുമിടയിൽ